Today we are going to discuss about the waveguide discontinuities. Okay, so waveguide discontinuity discuss ചെയ്യുന്ന സമയത്ത് okay, വേഗേറ്റ് ഡിസ്കണ്ടിന്യൂസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് വേഗേറ്റ് ഡിസ്കണ്ടിന്യൂസ് ടു ടൈപ്സ് ആണുള്ളത്. വേഗേറ്റ് ആയറിസസ് ആൻഡ് ട്യൂണിങ് സ്ക്രൂസ് ആൻഡ് പോസ്റ്റ് ആണുള്ളത്. സോ വേഗേറ്റ് ആയറിസസ് ദ ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ട്യൂണിങ് സ്ക്രൂസ് ആൻഡ് പോസ്റ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ടു ടൈപ്പ് വേഗേറ്റ് ഡിസ്കണ്ടിന്യൂസ് ടീച്ചേഴ്സ് ആർ ദർ. So first we are going to discuss about the waveguide irises or waveguide windows. Waveguide irises എന്ന് പറയുന്ന വേറൊരു പേരാണ് വേവ്ഗൈഡ് വിൻഡോസ് എന്ന് പറയുന്നത്. സോ മെയിനായിട്ട് ഈ വേവ്ഗൈഡ് കണ്ടിന്യൂറ്റീസ് എന്തിനാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ ഓക്കെ ഓക്കെ ഒരു മിസ്മാച്ചിങ് ഒരു മൈക്രോവേവ് നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ചിങ് വന്നിച്ചാൽ അത് ഒഴിവാക്കി ടു റിമൂവ് ദ മിസ്മാച്ചിങ് ഇൻ അവർ വേവ്ഗൈഡ് ആൻഡ് വി ഗെറ്റ് ദ ഹെൻസ് വി റിമൂവിങ് ദിസ് mismatching we can get the reflections, we can minimize the reflections. ഓക്കെ, അതായത് ലോസസ് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, പ്രോപ്പർ ഒരു മിസ്മാച്ചിങ് ഉണ്ടാവുക അവിടെ മാച്ചിങ് കുറയുക. ഓക്കെ, സോ അതായത് മിസ്മാച്ചിങ് ഉണ്ടാവുന്ന സമയത്ത് ആ മിസ്മാച്ചിങ് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു പ്രോപ്പറായിട്ട് പവർ ഡിസിപ്പേഷൻ, അതായത് മാക്സിമം പവർ ഡിസിപ്പേഷൻ ഇല്ലാതെയാക്കുക, അതായത് റിഫ്ലക്ഷൻസ് കുറയ്ക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഒരു വേവ്ഗൈഡ് ഡിസ്കണ്ടിന്യൂറ്റീസ് മെയിനായിട്ട് നമ്മളെ മൈക്രോവേവ് നെറ്റ്വർക്കിൽ ചെയ്യുന്നത്. സോ ആ ഒരു വേവ്ഗൈഡ് ഡിസ്കണ്ടിന്യൂറ്റീസ് ടു ടൈപ്പ് ഉണ്ട് ബേസിക്കലി. ഫസ്റ്റ് വേവ്ഗൈഡ് ആയറിസസ് ഉണ്ട്, സെക്കൻഡ് ട്യൂണിങ് സ്ക്രൂസ് ആൻഡ് പോസ്റ്റ് ഉണ്ട്. So first we are going to discuss about the waveguide irises. So or ഈ waveguide irisesനെ പറയുന്ന മറ്റൊരു പേരാണ് the waveguide windows. Okay, so the waveguide irises is also called waveguide windows. In our transmission line, next we are going to detail discussion about the waveguide irises. So in transmission line the reflections is occur due to the mismatch of load. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മിസ്മാച്ചിങ് ലോഡുമായിട്ട് ഒരു മിസ്മാച്ചിങ് ഉണ്ടാവുന്ന സമയത്താണ് അവിടെ എന്താണ് റിഫ്ലക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്, പവർ ഡിസിപ്പേഷൻസ് ഉണ്ടാവുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് എയിം എന്താ വെച്ചാൽ ടു മിനിമൈസ് ദിസ് റിഫ്ലക്ഷൻസ് അല്ലേ. നമുക്ക് എന്താക്കണം, നമ്മുടെ റിഫ്ലക്ഷൻസ് മിനിമൈസ് ചെയ്യണം. ഓക്കെ, സോ ഫോർ മിനിമൈസിങ് ദിസ് റിഫ്ലക്ഷൻസ് ഇൻ ദ ലംപ്ഡ് എലമെൻറ്റ് ഓഫ് സ്റ്റബ്സ് ആർ യൂസ്ഡ്. ഓക്കെ, നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസ് നമ്മൾ പഠിച്ചു, നമ്മൾ എന്ത് യൂസ് ചെയ്ത ലംപ്ഡ് എലമെൻറ്റ്സ് ആയിട്ടുള്ള സ്റ്റബ്സ്. ഓക്കെ, നമുക്കറിയാം സിംഗിൾ സ്റ്റെപ്സ് ഉണ്ട്, ഡബിൾ സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. ഈ സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കുറയ്ക്കാം, നമുക്ക് മിസ് മാച്ചിങ് കുറയ്ക്കാം. ഓക്കെ, സോ അതായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്. But in the case of here, we are discussing the waveguide irises. So waveguide irises എന്താ ചെയ്യുന്നത് വെച്ചാൽ, in a waveguide the reflection will be occur if there is no mismatch. Is there is any mismatch. Okay, sorry, reflections എപ്പോഴും ഒക്കർ ചെയ്യുക, മിസ്മാച്ച് ഉണ്ടാവുന്ന സമയത്താണ്. വേവ്ഗൈഡിൽ മിസ്മാച്ച് ഉണ്ടാവുന്ന സമയത്താണ് അവിടെ എന്ത് ഒക്കർ ചെയ്യുക, റിഫ്ലക്ഷൻസ് ഒക്കർ ചെയ്യുക. സോ എനി സസെപ്റ്റൻസ് അപ്പിയറിംഗ് അക്രോസ് ദ ഗേറ്റ്, okay, waveguide causing the mismatch need to be cancelled out by introducing another susceptance of same magnitude but the opposite value. ഏതെങ്കിലും ഒരു സസെപ്റ്റൻസ് വരുന്ന സമയത്താണ് അവിടെ എന്ത് വരിക, ഒരു മിസ്മാച്ചിങ് വരിക അല്ലേ. സോ വാട്ട് ഹാപ്പൻ, വി വാണ്ട് ടു റിമൂവ് ദീസ് സസെപ്റ്റൻസ്. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്യുക വെച്ചാൽ അതിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സസെപ്റ്റൻസ് വന്നാൽ ഓക്കെ, ആ എക്സിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, -x ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സും പ്ലസ് -x എന്ന് പറയുമ്പോൾ 0 ആയി പോകും. എന്താ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. അതായത് ഒരു സസെപ്റ്റൻസ് വന്നു വെച്ചാൽ അതിൻ്റെ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് സൈനുള്ളൊരു സസെപ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ വേവ്ഗൈഡ് ആരിസസ് അല്ലെങ്കിൽ വേവ്ഗൈഡ് വിൻഡോസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലിസൺ, ദ വേവ്ഗൈഡ് irises. The waveguide irises are used for to remove the mismatch in the waveguide so that the reflection will be minimized. So there are different type of waveguide irises are there. Mostly there are 4 type are there. The first one is inductive irises. Okay, so first one, the inductive irises, the iris in the form of this. Okay, iris എങ്ങനെയാണ് ഈ ഒരു ഫോമിൽ ഉണ്ടാവുക, ആ ഒരു ഫോമിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ബോണ്ട് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, സോ ഈ ഒരു ഗ്യാപ്പ് കൂടിയാണ് എന്ത് പോവുക, നമ്മളെ കറസ്പോണ്ടിങ് ഡോമിനൻറ്റ് മോഡ് ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള നമ്മളെ സിഗ്നൽ ട്രാവൽ ചെയ്യുക, മൈക്രോവേവ് സിഗ്നലിൽ ട്രാവൽ ചെയ്യുക ഈ ഒരു ഗ്യാപ്പ് കൂടിയാണ്.
Okay, for in the case of the waveguide, our inductive RSS will be placed like this. അങ്ങനെയാണ് സമയത്ത് നമ്മളൊരു സിഗ്നൽ പോവുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൻ്റെ നേരെയുള്ള സിഗ്നൽസിനെ മാത്രമേ പോളറൈസ് ചെയ്ത് ഇങ്ങടേക്ക് വിടുള്ളൂ. Okay, so this is in the case of the waveguide for in the case of inductive RSS. Okay, so inductive RSSന്റെ ഇക്വലന്റ് സർക്യൂട്ട് എപ്പോഴും തരിക എന്താണ് ഒരു ഇൻഡക്ടറാണ്. ഓക്കെ, ഇൻഡക്റ്റീവ് RSS എന്ന് പറയാൻ തന്നെ കാരണം ബിക്കോസ് ഇറ്റ്സ് ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ദാറ്റ് RSS വിൽ ബി ഓൾവേസ് ഗിവ്സ് ദ ഇൻഡക്ടർ. Okay, so this is the RSS and waveguide and equivalent circuit of our inductive RSS. Okay, so for in the case of the inductive RSS, it will be placed for the inductive RSS is always placed in the position of magnetic field strong. എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ട് വരുന്നത്, സോ ആ ഒരു സ്ഥലത്താണ് നമ്മളെപ്പോഴും ഇൻഡക്റ്റീവ് RSS യൂസ് ചെയ്യുക. Okay, and moreover, the plane polarization of electric field should be parallel to the plane of RSS. ഈ ഒരു അതായത് ഇവിടെ ഒരു ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻ്റ് ഉണ്ടാവും, ഒരു സിഗ്നലിന് മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻ്റും ഉണ്ടാവും. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻ്റ് പാരലായിട്ടായിരിക്കും നമ്മൾ RSSൻ്റെ പ്ലെയിൻ വരുന്നത്. Okay, so അങ്ങനെ വന്നാൽ ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദ RSS കോസസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ടു സ്റ്റെപ്പ് അപ്പ്. അതപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് ഇതിൻ്റെ പുറത്തേക്ക് പോവുക. Okay, so the plane of polarization of electric field parallel to the plane of RSS, the current flows through the RSS causes a magnetic field to set up at our inductive RSS. So next point is about our inductive RSS is the energy stored in the magnetic field take place and there is an increases in the inductance at the point of waveguide RSS. Listen, ഇവിടെ ഒരു എനർജി സ്റ്റോറേജ്, ഓക്കെ, ഇവിടെ ഒരു ഞാൻ പറഞ്ഞു ഒരു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻ്റ് ആണ് പുറത്തേക്ക് വരിക. സോ ദാറ്റ്സ് മീൻസ് ഇവിടെ ഒരു എനർജി സ്റ്റോറേജ് ഉണ്ടാവാൻ വെച്ചാൽ ദാറ്റ്സ് എനർജി സ്റ്റോറേജ് ഷുഡ് ബി ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ദ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കർ വിത്തിൻ ദ അവർ ഇൻഡക്റ്റീവ് RSS. ഓക്കെ, ആ ഒരു ടൈമിൽ എന്ത് കൂടും, അവിടെ ഇൻഡക്റ്റൻസ് കൂടും. Okay, so whenever there is a energy storage, the magnetic field take place. Okay, magnetic field ആണ് അവിടെ എനർജി സ്റ്റോറേജ് ആയിട്ട് വരിക. And moreover, there is an increase. If there is an increase in the magnetic field, that means the increase in the inductance at the point of our waveguide. Okay, so this is all about our inductive RSS. The second type is our capacitive RSS. So in the case of the capacitive RSS, this is the form of RS. So here will be having the gap is there. Within the gap, through the gap, the magnetic signals should be passing. ഓക്കെ, മാഗ്നറ്റിക് സിഗ്നൽസ് പാസ് ചെയ്യുക ഈ ഒരു ഗ്യാപ്പ് കൂടിയാണ്. സോ ലിസൺ, ആ ഒരു കപ്പാസിറ്റീവ് RSS നമ്മളെ വേവ് ഗേറ്റിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്, ഓക്കെ, എത്രമാത്രം കൂടുന്നു അത്രമാത്രം കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. ദാറ്റ്സ് മീൻസ് എത്രമാത്രം ഈ ഒരു ഗ്യാപ്പ് കുറയുന്നു, ഓക്കെ, ആ ഒരു ഗ്യാപ്പ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് സെലക്ടിവിറ്റി, ഒരു ഡോമിനൻ്റ് മോഡ് സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ ഒരു സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കപ്പാസിറ്റൻസ് ഇൻക്രീസ്ഡ് ആവുക ചെയ്യുക. Okay, so listen, so this is the capacitive RSS structure. That capacitive RSS structure that should be placed in our waveguide, and this waveguide, these RSS will be when it is represented in the equivalent circuit should be always expressed in the term of, in the case of capacitor. So that's why its name will become capacitive RSS. So let's talk about the points of our capacitive RS. So this capacitive RS, നേരത്തെ നമ്മൾ ഇൻഡക്റ്റീവ് RS പറഞ്ഞ സമയത്ത് അത് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ദ മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ capacitive RS, it will be always depend upon the electric field. Okay, so the potential which exists between the top and bottom wall of the row exists between the surface which are close. Okay, due to these capacitance, it will be increases at the point of RSS. Simple, because I already discussed with you, നമ്മളിവിടെ ഡയലക്ട്രിക് മെറ്റീരിയൽ എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നു അത്രമാത്രം എന്ത് സംഭവിക്കും, ഈ ഒരു ഗ്യാപ്പ് ഡിക്രീസ്ഡ് ആവും. ആ ഒരു ഗ്യാപ്പ് ഡിക്രീസ് ആകുമ്പോൾ വി ഓൾ നോ ദ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റൻസ്. ദ കപ്പാസിറ്റൻസ് വിൽ ബി ഈക്വൽ ടു A into epsilon divided by D. Okay, D is the distance. So what happened, whenever we are increasing the dielectric material, the gap D should be decreases. When the D is decreases, the D is come under the denominator of our capacitance. So what happened, the capacitance value will be increases. When it will be increases, the electric field is also increases.
Okay, so this capacitive irises is always placed to where the electric field is strong. അതായത് നമ്മൾ ഇവിടെ എനർജി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റീവ് ഐറിസിൻ്റെ കേസിൽ എനർജി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, so the third type iris is parallel resonance iris. ഓക്കെ, സോ ദ പാരലൽ റെസൊണൻസ് ഐറിസിൻ്റെ സ്ട്രെച്ചറാണ് ഇത് തന്നിട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു പോർഷനിൽ കൂടെ പോകുന്ന സിഗ്നൽസിനെ മാത്രമേ അതെന്ത് ചെയ്യൂ? കടത്തി വിടുള്ളൂ. ഓക്കെ, സോ ഇപ്പം ഇതാണ് ദിസ് ഇസ് ദ വേഗേഡ് വെൻ വി പ്ലേസ്ഡ് എ പാരലൽ റെസൊണൻസ് ഐറിസ്. സോ അങ്ങനെയാകുമ്പോൾ ഈ ഒരു സെലക്റ്റീവ് ഹാളിൽ കൂടെ പോകുന്ന സിഗ്നൽസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് എൻറ്റർ ചെയ്യിക്കുള്ളൂ. Okay, so listen, this is the equivalent circuit. But a parallel resonance iris എന്നാണ് പറയുന്നത്. So that means that our inductor and our capacitor, and it is drawn in the level of equivalent circuit, it will be the inductor and the capacitor should be in parallel. Okay, so in the case of the parallel resonance iris, for the dominant mode, okay, here this dominant mode, the iris is present at the high impedance and shunting effect. Because ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു ഹൈ ഇമ്പിഡൻസ്, ഇവിടെ ഈ ഇലക്ട്രിക് മെറ്റീരിയൽ ഒരു ഹൈ ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് മോർ ഓവർ ഒരു ഷണ്ടിങ് എഫക്ട്. ബിക്കോസ് ഷണ്ടിങ് എഫക്ട് എന്ന് വെച്ചാൽ ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും, ഇവിടെയുള്ള കപ്പാസിറ്ററും ഇൻഡക്ടറും എന്താണ്? പാരലി കണക്ട് ചെയ്താൽ. ഓക്കെ, ഈ പാരലൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് വരും? ഒരു ഷണ്ടിങ് എഫക്റ്റും കൂടി എക്സ്ട്രാ ആയിട്ട് വരും. Okay, for in the case of the dominant mode, മോഡിൻ്റെ കേസിൽ ഡൊമിനൻറ്റ് മോഡിൻ്റെ കേസ്, കാരണം നമുക്കറിയാം ഇതിൽ കൂടെ എന്താ പോകുള്ളൂ? ഡൊമിനൻറ്റ് മോഡ് മാത്രമേ പാസ് ചെയ്യിക്കുള്ളൂ. അതായത് ആ ഒരു ഗ്യാപ്പിന് പാരലായിട്ട് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്ലെയിനിന് പാരലായിട്ട് വരുന്ന സിഗ്നൽ മോഡ് മാത്രമേ ഇതിൽ കൂടെ എന്തെങ്കിലും പാസ് ചെയ്യുള്ളൂ. സോ ലിസൺ, ദ അതർ മോഡ്സ് ആർ കംപ്ലീറ്റ്ലി അറ്റുനേറ്റഡ്. അതായത് ഈ ഒരു ഗ്യാപ്പ് കൂടെ വരുന്ന സിഗ്നൽസിനെ മാത്രമേ എന്തെങ്കിലും കടത്തിയുള്ളൂ. ബാക്കി എല്ലാ സിഗ്നൽസും എന്തെങ്കിലും അറ്റുനേഷൻ സംഭവിക്കും. ദാറ്റ്സ് മീൻസ് ഇതൊരു പെർട്ടിക്കുലർ ലെവലിലുള്ള സിഗ്നൽസിനെ മാത്രമേ ഇത് എന്ത് എൻട്രിക്കുള്ളൂ. ദാറ്റ്സ് മീൻസ് ദീസ് iris should be always expressed or works as a band pass filter. ഓക്കെ, ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ ആയിട്ടാണ് എന്താ റിയാക്ട് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് വിൽ ബി അറ്റുനേറ്റ് ദ ഓൾ അതർ അൺവാണ്ടഡ് മോഡ്സ്. ഓക്കെ, this will be always passes the dominant modes only. ഓക്കെ, ആ ഒരു ഡൊമിനൻറ്റ് മോഡിന് മാത്രമേ പാസ് ചെയ്യൂ. ഓക്കെ, സോ സീരീസ് റെസൊണൻസ് ഐറിസ് എന്ന് പറഞ്ഞാൽ, സോ സീരീസ് റെസൊണൻസ് ഐറിസ് വിൽ ബി ദ എക്സ്പ്രഷൻ ഫോർ ഇൻ ദ കേസ് ഓഫ് സീരീസ് റെസൊണൻസ് ഐറിസ്. ഓക്കെ, ഈ സീരീസ് റെസൊണൻസ് ഐറിസിൻ്റെ കേസിൽ ഇത് ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഈ ഗ്യാപ്പിൻ്റെ, അതായത് നമ്മൾ ഡൊമിനൻറ്റ് മോഡ് പാസ് ചെയ്യുന്ന ഗ്യാപ്പിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും? ഡയലക്ട്രിക് മെറ്റീരിയലിനെ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്തായിരിക്കും. ഓക്കെ, സോ അത് നമ്മളൊരു വേവ് ഗേറ്റിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. സോ അപ്പോൾ നമ്മൾ ഈ സിഗ്നൽ പാസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, വെൻ വി ആർ പാസിങ് ദ സിഗ്നൽ, ആ ഒരു ഗ്യാപ്പിന് നേരെ വരുന്ന പ്ലെയിനിന് നേരെ വരുന്ന സിഗ്നൽ മാത്രമേ പാസ് ഔട്ട് ചെയ്യുള്ളൂ. അതായത് ആ ഒരു സിഗ്നൽസ് ആയിരിക്കും അവിടെ എന്താ ഡോമിനൻ്റ് ആയിട്ട് വരിക. So when we are going to draw the equivalent circuit, it will be expressed in the terms of inductor and capacitor are in സീരീസ് ഫോമിലാണ് വരിക. അതുകൊണ്ടാണ് ആ പേര് എന്ത് വന്നത്? സീരീസ് റെസൊണൻസ് ഐറിസസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐറിസസ്. സോ നമ്മൾ ഈ ഐറിസസ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മളൊരു മൈക്രോവേവ് അല്ലെങ്കിൽ നമ്മളൊരു വേവ് ഗൈഡിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്മിഷൻ ലൈൻ, അല്ലെങ്കിൽ നമ്മളൊരു വേവ് ഗൈഡിന് വേണ്ടി നമ്മൾ ഈ ഒരു നമ്മുടെ ഐറിസ് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ ദാറ്റ്സ് വാസ് ഇറ്റ്സ് ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, സോ അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ബിക്കോസ് ഒരു വട്ടം സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അതിൽ ചേഞ്ച് വരുത്താൻ കഴിയില്ല. സോ ആ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടായതാണ് സെക്കൻഡ് തിങ്, ദാറ്റ് ഈസ് അവർ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്, ദാറ്റ് ഈസ് പോർട്സ് ആൻഡ് ട്യൂണിങ് സ്ക്രൂസ്. ഈ പോർട്സും ട്യൂണിങ് സ്ക്രൂസും നമുക്ക് നമ്മുടെ ആവശ്യാനുസരം, ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേവ് ഗൈഡ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു വട്ടം സെറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് അത് പിന്നെ എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. സോ ദാറ്റ് വാസ് ദ അഡ്വാൻറ്റേജ് ഓവർ അവർ ഐറിസസ്, വേവ് ഗൈഡ് ഐറിസസ്. സോ ഇവിടെ പോസ്റ്റ് ആൻഡ് ട്യൂണിങ് സ്ക്രൂസ് ഉണ്ട്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പോസ്റ്റ്. ഓക്കെ, സോ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ബിക്കോസ് ഒരു വേവ് ഗൈഡിൽ ഇവിടെ ഞാൻ എടുത്തത് റെക്റ്റാങ്കുലർ വേവ് ഗൈഡാണ്. അധികം നമ്മൾ യൂസ് ചെയ്യുക റെക്റ്റാങ്കുലർ വേവ് ഗൈഡ്സ് ആണ്. സോ ഈ ഒരു റെക്റ്റാങ്കുലർ വേവ് ഗൈഡിൽ ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുക? ഇറക്കുക. ഓക്കെ, സോ ദിസ് ഈസ് the simply called it as post.
Okay, when the metallic cylinder post is introduced in the broad side of the waveguide, it introduces some effects of an iris. It providing the lumbar reactance at the point. Okay. ഇങ്ങനെ നമ്മളൊരു സിലിണ്ടർ സിലിണ്ടർ നമ്മളെ വേവ് ഗേറ്റിലേക്ക് അറ്റ് എ പെർട്ടിക്കുലർ ലെങ്ത്തിൽ വെക്കുന്ന സമയത്ത് ഇപ്പോൾ വേവ് ഗേറ്റിലെ നമ്മൾ പെർട്ടിക്കുലർ ലെങ്ത്തിൽ വെക്കുന്ന സമയത്ത് ഇത് സിമ്പിളായിട്ട് ആയിരസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. ബട്ട് ഇവിടെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യാനുസരണം ഇത് നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാം. സോ നമ്മൾ ആവശ്യാനുസരണം നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഒരു ഇതിൽ തന്നെ നമുക്ക് റെസിസ്റ്ററായിട്ടും കപ്പാസിറ്ററായിട്ടും ഇൻഡക്ടറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ നോക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഇവിടെ നമ്മൾ ബേസിക്കലി എടുക്കുന്ന ഒരു ഫാക്ടർ എന്താ വെച്ചാൽ ദ ഡെപ്ത് ഓഫ് ദ സിലിണ്ടർ പോസ്റ്റ്. നമ്മൾ എത്രമാത്രം ഈ ഒരു സിലിണ്ടർ പോസ്റ്റ് നമ്മളിവിടെ ഇത് ഇൻസൈഡാണ്, നമ്മൾ എത്രമാത്രം ഈ ഒരു സിലിണ്ടർ പോസ്റ്റ് നമ്മൾ ഇറക്കി നമ്മളെ വേവ് ഗേറ്റിലേക്ക് ഇറക്കി. ദാറ്റ്സ് വിൽ ബി ദ ഡെപ്ത് ഓഫ് അവർ സിലിണ്ടറിക്കൽ പോസ്റ്റ്. സോ അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ദ ഫസ്റ്റ് വൺ എന്താ വെച്ചാൽ ഫസ്റ്റ് കേസ് 4 കേസ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി നമ്മളെടുത്ത വാല്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ λg/4 ആണ്. നമ്മൾ ഈ സിലിണ്ടറിൻ്റെ ഡെപ്ത് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഡെപ്ത് ഓഫ് സിലിണ്ടർ പോസ്റ്റ് ഷുഡ് ബി ലെസ് ദാൻ λg/4 ആണെങ്കിൽ ഇതാണ് നമ്മളെ സിലിണ്ടർ പോസ്റ്റിൻ്റെ അടിഭാഗം. സോ ഈ സിലിണ്ടർ പോസ്റ്റിൻ്റെ അടിഭാഗം λg/4 കുറവാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ആക്ട് ആസ് എ കപ്പാസിറ്റർ. അതെന്തായിട്ട് ആക്ട് ചെയ്യുക? കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യാം. ബട്ട് ഇഫ് ദ ഡെപ്ത് ഓഫ് ദ സിലിണ്ടർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു λg/4, അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് ഒരു റെസിസ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ബട്ട് ദ ഡെപ്ത് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ λg/4 ആണെന്ന് വെച്ചാൽ അത് ഇൻഡക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ബട്ട് നമ്മൾ ആ ഒരു നമ്മളൊരു വേവ് ഗൈഡിൻ്റെ ആ എൻറ്റയർ തിക്നെസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പോസ്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ്സിന് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ തിക്നെസ് ഓഫ് അവർ വേവ് ഗൈഡ്. സോ അന്നപ്പോഴും എന്തായിട്ട് ആക്ട് ചെയ്യുക? ഒരു ഇൻഡക്ടറായിട്ടാണ് ആക്ട് ചെയ്യുക. So listen, when we are dropping the graph for in the case of susceptance and our depth, അതായത് നമ്മളെ സസെപ്റ്റൻസിൻ്റെയും ഡെപ്തിൻ്റെയും ബേസിൽ എത്രമാത്രം ഇറക്കി എന്നുള്ള, അതായത് നമ്മളെ പോസ്റ്റ് എത്രമാത്രം ഡെപ്ത് ഇറക്കി എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ ഗ്രാഫ് വരച്ചാൽ വി ഗെറ്റ് ദ ഗ്രാഫ് ലൈക്ക് ദിസ്. വി ഗെറ്റ് ദ മാക്സിമം അറ്റ് ദ λg/4. മാക്സിമം റെസൊണൻസ് എപ്പോഴാണ് കിട്ടുക? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എപ്പോഴാണ് കിട്ടുക? അറ്റ് ഇറ്റ്സ് റെസൊണൻസ് വാല്യൂ, ദാറ്റ് മീൻസ് അവർ λg/4. അതായത് നമ്മളെ ഒരു റെസിസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? അതായത് നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് λg/4 ഈക്വൽ ആവുന്ന സമയത്ത് റെസിസ്റ്ററായിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഒരു റെസിസ്റ്റീവ് വാല്യൂസിൻ്റെ സമയത്താണ് നമ്മൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുക. സോ അതർവൈസ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ λg/4 it will be in the nature of capacity. If it is greater than λg/4 it will be in the nature of inductor. So this is the graph when we are plotting this post versus its depth. So the next point is, if the pot is made is thicker, നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ട് തിക്കർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ക്വാളിറ്റി ഫാക്ടർ എന്താവും? ലോവർ ചെയ്യും, കുറയും. ഇറ്റ് വിൽ ബി ഓൾവേസ് ആക്ട് ഇൻ ദ ഫോം ഓഫ് എ ബാൻഡ് പാസ് ഫിൽറ്റർ. അതായത് ബാൻഡ് പാസ് ഫിൽറ്റർ ആയിരിക്കും. ആ ബാൻഡ് പാസ് ഫിൽറ്റർ സിംപിളി ഒരു ഐറിസ് ആയിട്ടാണ് ആക്ട് ചെയ്യുള്ളൂ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പോസ്റ്റിൻ്റെ തിക്നെസ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മളെ ക്വാളിറ്റി ഫാക്ടർ ലോവർ ചെയ്യും. ഇതെന്ത് സിമ്പിൾ ഐറിസ് ആയിട്ട് ഒരു ആക്ട് ചെയ്യും. And moreover it will be just like a band pass filter. Next we are discussing about the tuning screws. Tuning screws എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രൂ ലൈക്ക് സ്ട്രക്ചർ. അതായത് നമ്മൾ നേരത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു പോസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്ത്. ഇവിടെ നമ്മളൊരു സ്ക്രൂ ലൈക്ക് സ്ട്രക്ചറാണ് നമ്മൾ യൂസ് ചെയ്യാം. സെയിം തിങ് ഇൻ ദ കേസ് ഓഫ്, പക്ഷെ ഇവിടെ എന്ത് വരില്ല, ഒരു റെസിസ്റ്റൻസ് എന്നുള്ള ആ ഒരു റെസിസ്റ്റീവ് വാല്യൂ വരില്ല. അതൊരു ഡിഫറൻസ് ഉള്ളൂ പോസ്റ്റുമായിട്ട്. സോ ഇവിടെ നമ്മൾ എന്താ ഈ സ്ക്രൂയുടെ അടുത്ത് ഇതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വിൽ ബി ലെസ് ദാൻ λg/4 ആക്കി. അതെന്തായിരിക്കും നമുക്കറിയാം? കപ്പാസിറ്റി നേച്ചർ ആയിരിക്കും. ഇതെന്തൊക്കെ ഇൻ ബിറ്റ്വീൻ നേച്ചർ കപ്പാസിറ്റി ആൻഡ് റെസിസ്റ്റീവ് ബോത്ത് കപ്പാസിറ്റി ആൻഡ് ഇൻഡക്റ്റീവ് നേച്ചർ പ്രൊവൈഡ് ചെയ്യും, സബ്സ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് മോറോവർ ഇഫ് ദ ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ λg/4 what happens will be the inductive susceptance. And if it is equal to the thickness of our waveguide that will be used will be λg/4 നോട് ഈക്വൽ ആണെങ്കിൽ, ഗ്രേറ്റർ എത്രയോ മടങ്ങ് നമ്മുടെ വേവ്ഗൈഡിൻ്റെ തിക്നെസ്സിനോട് ഈക്വൽ ആണെങ്കിൽ, so what happen? It will be purely inductive. So listen,
ഇവിടെ നമ്മൾ മെയിനായിട്ട് കോമ്പിനേഷൻസ് സ്ക്രൂസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കോമ്പിനേഷനായിട്ടാണ് യൂസ് ചെയ്യുക. രണ്ട് സ്ക്രൂസ് ഒരു പെയർ ഓഫ് സ്ക്രൂസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദ കോമ്പിനേഷൻ ഓഫ് ടു സ്ക്രൂസ് ദാറ്റ് മീൻസ് λg/4 apart can be used to match the waveguide to its load similar to used of two fixed steps in the transmission line. അതായത് നമ്മൾ രണ്ട് ഫിക്സഡ് സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക, രണ്ട് സ്ക്രൂസ്. ഓക്കെ, ഈ സ്ക്രൂസിൻ്റെ ഒരു എഫക്റ്റീവായിട്ട് ഒരു വേവ് ഗൈഡ് വിത്ത് മാച്ചിങ് വേവ് ഗൈഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, രണ്ട് സ്ക്രൂസ് യൂസ് ചെയ്തിട്ടുള്ള വേവ് ഗൈഡ്സിൽ നമ്മളിത് മാച്ചിങ് വേവ് ഗൈഡായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആ രണ്ട് സ്ക്രൂസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കണം? 3 λg/8 ആയിരിക്കണം. 3 λg/8 3 λg/8 ആയിരിക്കണം ആ രണ്ട് സ്ക്രൂസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ആൻഡ് മോർ ഓവർ ഹിയർ, അത് ഇവിടെ നമ്മൾ എത്രമാത്രം ഓരോ സ്ക്രൂസ് എത്രമാത്രം ഇൻഡെപ്തിലേക്ക് ഇറക്കി എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യില്ല. ബട്ട് അവിടെ എന്താ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ വെച്ചാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്ക്രൂസ് ഷുഡ് ബി 3 λg/8 ആയിരിക്കണം. സോ H1 is the depth of our first screw, and H2 is the depth of our second screw. So this, when we are drawing the equivalent circuit of these two screws and the waveguide, so it will be just like in the case of variable resistance and variable inductor and capacitor are connected in a parallel form. So this will be just like in the case of parallel and capacitor and inductor placed in parallel form. Okay, variable inductor and capacitor in the form of parallel circuit. Okay, so next, when we are placing like these two screws like this wise, so it will be similar to the double step matching in a transmission line. So this is all about the discontinuities that will be used in our microwave network. So if you have any doubt, please comment. Okay.